ഇലക്ഷനൊക്കെ ആയി. അടുത്ത ആഴ്ച കാമ്പത്തിന് ഇലക്ഷനായി. അപ്പം ഒന്ന് ആരോടും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരോടും വിരോധമൊന്നുമില്ല കേട്ടോ. വാക്കിന് സ്ഥിരത ഏതായാലും രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാവില്ല. അപ്പം ഒന്നും വിചാരിക്കരുത്. കൊള്ളി കുത്തിയാലും ജയിക്കുമെന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുടുംബം മൽമ ഒക്കെ നല്ല ആവും. കുടുംബ മൽമ അപ്പൊ ഇതൊന്ന് കേട്ടോ. എന്താ അറിയോ, അവിടെ നമുക്ക് പിന്നെ കേറാം. നമുക്ക് ആ 3-4 പേരും കൂടി തീർച്ചയായും 4 വോട്ടിന് എനിക്കറിയാം. അപ്പൊ എളാപ്പാവുമ്പളേ നിങ്ങൾ എന്തേ പറയാ, ഒരു 3-4 വോട്ടുള്ളല്ലേ നിങ്ങളെ നമ്മളെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കണതിനാ. നിങ്ങളെ കുടുംബത്തിന്റെ മഹിമ കണ്ടു കാണണം. നിങ്ങളെ കുടുംബത്തിൽ വോട്ട് കണ്ടിട്ടാണ് നിങ്ങൾ നിർത്തിയത്. നമുക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങള് വോട്ട് കഴിച്ചാ വന്നാണ് എളാപ്പാ. നിങ്ങളെ മോനെയാണ് നിക്കണത്. അല്ല സമ്മതേ, അനക്ക് ഞങ്ങളൊക്കെ ഓർമ്മ ഉണ്ടടാ. ഇജ് ഇവിടുന്ന് പോയിട്ട് എത്ര കാലായടാ. ഇങ്ങോട്ട് കടന്നു നോക്കിക്കണ. ഇജിപ്പോ വോട്ട് ലിസ്റ്റ് ഇങ്ങനെ മറിച്ചു നോക്കിയപ്പോ ഫോട്ടം കണ്ടപ്പോ വന്നതായിക്കാറല്ലേ? അത് പിന്നെ സമയം കിട്ടിയ മനസ്സിൽ വെക്കല്ലേ. നിങ്ങളെ വോട്ട് എളാമാരോടും കുട്ടികളൊക്കെ പറഞ്ഞിട്ട് വോട്ട് ചെയ്യണം. നിങ്ങൾ 4 വോട്ടുണ്ട് കുഞ്ഞിട്ടിനോടൊക്കെ പറഞ്ഞു കാണാം. നമുക്ക് കുട്ടിയാണല്ലേ. വന്നല്ലോ. അല്ല അതുകൊണ്ടല്ല ഞാൻ വരണ്ടല്ലോ. നീ വന്നോളൂ. സമ്മതോ 3-4 പേരും കയറില്ല. അപ്പൊ ഞങ്ങൾ പോയാലോ എന്നാലേ? ഞങ്ങൾ എന്നാലും നീങ്ങാം. എളാമാനും കുട്ടികളൊന്നും കാണുന്നില്ല. എളാമാനും കുട്ടികളും ഇപ്പൊ കുറച്ച് തിരക്കുണ്ടായിട്ടാണ് ഞങ്ങളപ്പ. ഞാൻ വന്നോളാം. ചായ വെള്ളം എന്തെങ്കിലും കുടിച്ചണ്ടേ? ഒന്നും വേണ്ട. ഞങ്ങളെ കുറച്ച് പേരും കൂടി മറക്കല്ലിട്ടാ നിങ്ങളെ കുട്ടീനെ. അസ്കറേ, ഇവിടെ ഒന്ന് വാ. ഇവിടെ വാ. വിളിച്ചിട്ട് പോയിട്ട് വാ. നന്ദി. ഇന്ത്യപ്പാ എടാ, സംഗതി ഓന്റെ മോനൊക്കെ തന്നെയാണ്. ഓന്റെ വാപ്പ മരിച്ചുമ്പോഴേ ഓനക്ക് 10 വയസ്സാ. അവിടുന്ന് കണ്ട് ഇവരെ 3 പൊന്നുപോലെ ഞാൻ നോക്കിയതാ. അധികം സ്നേഹം സമ്മതിനോടായിരുന്നു എനിക്ക്. അതറിയാ. ഓന് ഗൾഫിൽ പോയിക്കാണ്ടേ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ആയപ്പോഴേ ഇപ്പൊ എനിക്ക് കൂട്ടും അറിയില്ല, കുടുംബവും അറിയില്ല, ഇങ്ങോട്ട് കടക്കണില്ലാന്ന്. ഇത്ര കൊല്ലായി നരങ്ങണ്ടൊക്കെ കടന്നിട്ട് അളാപ്പാനൊന്നും അറിയുന്നില്ല. ഓന്റെ ഭാവണ്ടല്ല, ഓനാണെന്നുണ്ടെങ്കിൽ വരികയും ചെയ്യും. ഓന്റെ പെങ്ങളും വരും. ബാബാന്റെ പെണ്ണുങ്ങളുള്ളപ്പോ ആ വാർഡിൽ നിൽക്കുന്നുണ്ട്. ഓളെങ്ങാനും ജയിച്ചാണെന്നുണ്ടെങ്കിൽ ബാവാക്ക് ഇപ്പൊ ഏതായാലും പണി തോരൊന്നും ഇല്ല. അപ്പൊ ഒരു പണി ആവും ചെയ്യും. അത് ശരി, അതെല്ലാം ജയിച്ചട്ടെ. ഒന്നാലപ്പാ നിങ്ങൾ അതൊന്നും മനസ്സിൽ വെക്കല്ലേ. ഓനോടേ നാട് നന്നാക്കാൻ ഇറങ്ങിയതിന് മുമ്പേ അവനവന്റെ കുടുംബമൊക്കെ ഒന്ന് പുലർത്താൻ വേണ്ടി പറഞ്ഞേ. എന്നാലേ നാട് നന്നാക്കാൻ ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. എന്നാലേ നാട് നന്നാവുള്ളൂ. ഈ അയൽവാസികളോടും മുണ്ടൂല, പാവപ്പെട്ട ആൾക്കാരോടും മുണ്ടൂല. ഈ ഇലക്ഷനൊക്കെ ഇങ്ങനെ ആവുമ്പോ എല്ലാരും ചിരിച്ചും കളിച്ചും ഇതൊക്കെ വരും. അതിന് കഴിഞ്ഞാലോ യാതൊരു മീണ്ടും ഉണ്ടാവൂല. അപ്പൊ ഇങ്ങോട്ട് മണ്ടി ഓടി ചാടി ഇങ്ങോട്ട് വരും. ഇതൊക്കെ ഓർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താടി. അതൊന്നും സാരല്ലപ്പാ, നിങ്ങളതൊന്നും മനസ്സിൽ വെക്കണ്ട. നിങ്ങൾ കണ്ടിക്കണില്ലേ ഈ കുരുത്തം കെട്ട് തലരിഞ്ഞിറക്കുന്ന ചെക്കന്മാരെ പിടിച്ച് പെണ്ണെട്ടിച്ചാല് മറ്റങ്ങളങ്ങോട്ട് നന്നാകണ് എന്ന മാതിരി സമതിനൊപ്പം ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറക്കി സ്ഥാനാർത്ഥി ആക്കിക്കണേ. ഇനി ഓനങ്ങോട്ട് നന്നായിക്കോളും, ഇനി കിടുവാവും. ഞാൻ പോട്ടെന്നാല് 1-2 പരിയിലും കൂടി ഞങ്ങൾക്ക് കയറാണ്ട്. നിങ്ങൾ എന്തായാലും വോട്ട് ചെയ്യും. നിങ്ങളെ മോൻ തന്നെയല്ലേ. കിടു ഓനപ്പോ രാഷ്ട്രീയത്തിൽ ഇറക്കിയതുകൊണ്ട് കൊല്ലം വോട്ട് ഉണ്ടെങ്കിൽ ഓനങ്ങോട്ട് കാണാം. അല്ലെങ്കിൽ എവിടെ കാണുന്നു വന്നാ വന്ന് സ്ഥാനാർത്ഥിയോടെ എന്ത് എളാപ്പ് എത്രത്തോനെ പറയാനേ. എല്ലട ചെങ്ങായി, ഈ ഡാവ് കുടുംബത്തിന് ഒരു ബന്ധുല്ലേ. ഓന്റെ കുടുംബമാഹിമ കണ്ടിക്കാണ്ടല്ല ഓനെ നിർത്തിക്കണത്. ഓന്റെ കുടുംബത്തിന്റെ വോട്ടിട്ടു പറഞ്ഞിക്കാണ്ടേ നിർത്തിക്കണത്. കുടുംബത്തിന് കൂടുതൽ തിരിഞ്ഞു നോക്കൂല, അയൽവാസികളെ മെയിൻ ചെയ്യൂല. ഇന്നത്തെ ആളൊക്കെ പിടിച്ച് നിർത്താൻ നമുക്ക് വോട്ടിട്ടോ. ഈ കോലത്തിലാണെങ്കിലേ നമ്മൾ 100% തോൽക്കും. ഓന്റെ കുടുംബക്കാരെ വോട്ട് കിട്ടും വിചാരിച്ചാണല്ലോ ഇതിന് പണിയെടുത്തത്.